എറണാകുളത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിജിലൻസ് പിടികൂടിയത്. മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PC ശ്രീജിത്ത്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജിമ്മി സ്കറി എന്നിവരാണ് പിടിയിലായത്. പരാതിക്കാരിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്നലെ രാത്രിയാണ് ഇരുവരെയും വിജിലൻസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എങ്ങനെയാണ് ഈ കൈക്കൂലിക്കാരായ വിജിലൻസ് ഉദ്യോഗസ്ഥരെ പിടികൂടാൻ കഴിഞ്ഞത്? അല്ലെങ്കിൽ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നോ വിജിലൻസിന്റെ നടപടി? ടോം, മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PC ശ്രീജിത്ത്, അതുപോലെ സെക്ഷൻ ഓഫീസർ ജിമ്മി സ്കറിയ എന്നിവരാണ് വിജിലൻസിന്റെ കസ്റ്റഡിയിലായത്. പ്രത്യേകിച്ചും ഈ 2 പേരും ചേർന്നിട്ട് 1 ലക്ഷം രൂപയാണ് പരാതിക്കാരിൽ നിന്നും കൈക്കൂലി വാങ്ങിയത്. കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ തന്നെയാണ് പിടികൂടിയത്. അത് വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരമാണ് പരാതിക്കാർ ഇത്തരത്തിൽ കൈക്കൂലിയുമായി ഇവരെ സമീപിച്ചതും കയ്യോടെ വിജിലൻസ് പിടികൂടുകയുമായിരുന്നു. ഈ പരാതിക്കാർക്കെതിരെ, അതായത് ഇവർക്ക് കാക്കനാട് നടത്തുന്ന ഒരു റെസ്റ്റോറന്റിന്റെ ഉടമകളാണ് ഇവർ ഉടുമ്പിനെ പിടികൂടി എന്നുള്ളൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസിൽ എല്ലാ ആഴ്ചയും ഇവർ ഫോറസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് സൈൻ ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട്. ഇവർ ആ കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണിത്. അത്തരത്തിൽ ഈ എല്ലാ ആഴ്ചയും ഇവർ പോയി സൈൻ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവർ ഈ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും അതുപോലെ PC ശ്രീജിത്ത് എന്ന് പറയുന്ന ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും അതുപോലെ സെക്ഷൻ ഓഫീസർ ജിമ്മി സ്കറിയും കൂടി ഇവരെ ഭീഷണിപ്പെടുത്തി. അതായത് ഈ റെസ്റ്റോറൻറ്റിന്റെ മറ്റ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കൂടി ഈ കേസിൽ പെടുത്തും എന്നുള്ളതായിരുന്നു അവർക്ക് ഭീഷണി നൽകിയത്. അത് ഇവരെ കുറച്ച് നാളുകളായി, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ 2-3 തവണ ആണ് ഒപ്പിടാൻ പോയത്. അതേ തുടർന്ന് ഇങ്ങോട്ട് ഇവരെ നിരന്തരം ഇത്തരത്തിൽ ഫോണിൽ വിളിച്ചും അല്ലാതെയും ശല്യപ്പെടുത്തുകയും ഇത്തരത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി. ആ പരാതിയെ തുടർന്ന് 1 ലക്ഷം രൂപ ഇവർക്ക് കൈക്കൂലിയായി നൽകണം, കൈക്കൂലിയായി നൽകിയില്ലെങ്കിൽ ഇത്തരത്തിൽ ഇവരുടെ പങ്കാളികളായ ആളുകളെ കൂടി ഈ കേസിൽ പെടുത്തുമെന്നായിരുന്നു ഇവരുടെ ഭീഷണി. ആ ഭീഷണിയെ തുടർന്നാണ് ഭീഷണി സഹിക്കാൻ വയ്യാതെയാണ് ഇവർ വിജിലൻസിൽ പരാതി നൽകിയത്. അങ്ങനെ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ 2 ഓഫീസർമാരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ വിജിലൻസ് നിർദ്ദേശപ്രകാരം പരാതിക്കാരായ റെസ്റ്റോറന്റ് ഉടമകൾ പണവുമായി എത്തുകയായിരുന്നു. 1 ലക്ഷം രൂപ ഇവർക്ക് കൈക്കൂലി നൽകാനായി എത്തുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇവരെ വിജിലൻസ് കയ്യോടെ, അതായത് കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടികൂടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അങ്ങനെ ഇതിനു മുൻപും എപ്പോഴെങ്കിലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി ഉയർന്നിട്ടുണ്ടോ? സ്വാഭാവികമായും ഇങ്ങനെ ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നവരാണെങ്കിൽ ഇതിനു മുൻപും ഇങ്ങനെ പലരെയും ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം. ആ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കൈക്കൂലി കേസിൽ 2 പേർക്ക് മാത്രമാണോ പങ്കുള്ളത് ആജ്ഞ? ടോം, നിലവിൽ ഈ 2 പേരെയാണ്, അതായത് കുറുപ്പുംപടിയിലുള്ളത് ഹോട്ടലിൽ വെച്ചിട്ടാണ് ഇവർ ഈ പണം കൈമാറാൻ എത്തിയത്. അവിടെ വെച്ചിട്ടാണ് ഈ 2 പേരുമാണ്, അതായത് ഈ ജിമ്മി സ്കറിയയും അതുപോലെ PC ശ്രീജിത്തും ആണ് ഈ പണം വാങ്ങാനായി എത്തിയത്. അത് വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരമാണ് പരാതിക്കാർ ഇത്തരത്തിൽ ഒരു കെണി ഒരുക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ ഒരു പക്ഷേ ഇത്തരത്തിൽ ഉള്ള എക്സ്പീരിയൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുൻപരിചയം ഇല്ലാതെ ഈ ഉദ്യോഗസ്ഥർ ഈ ഒരു തരത്തിലേക്ക് പോകില്ല എന്നുള്ള കാര്യത്തിൽ വിജിലൻസും അത്തരത്തിലുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തന്നെയാണ്. അതായത് ഇവർ നേരത്തെ ഇത്തരത്തിലുള്ള കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ, ഇത്തരം ഇടപാടുകളുണ്ടോ എന്നുള്ള കാര്യം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഒരു ഉടുമ്പിനെ പിടികൂടി എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള കേസ്. വനംവകുപ്പ് കേസെടുക്കുന്ന വകുപ്പ് തന്നെയാണത്. അതിന്റെ പേരിലാണ് ഈ റെസ്റ്റോറന്റ് ഉടമകൾ അറസ്റ്റിലാക്കുന്നതും തുടർന്ന് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ ആഴ്ചയും മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തിരുന്നത്. ആ സാഹചര്യം മുതലാക്കിയാണ്, അതായത് നിരവധി പേർ ഇത്തരം ഫോറസ്റ്റ് കേസുകളിൽ പെടുന്നുണ്ട്. വനംവകുപ്പിന്റെ ഇത്തരം കേസുകളിലും, അല്ലെങ്കിൽ വനം വകുപ്പ് തന്നെ തീരുമാനിക്കുന്ന ചില നിയമങ്ങൾ, അങ്ങനെ ചില കേസുകളിലും കെണികളിലും ഒക്കെ ആളുകൾ പെടുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഈ തരത്തിലുള്ള കൈക്കൂലി കേസുകളിലൊക്കെ പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണോ എന്നുള്ള സംശയം ബാക്കിയാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത് ഈ റെസ്റ്റോറന്റ് ഉടമകൾ പരാതിപ്പെട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഈ പങ്കാളികളെ ഈ കേസിൽ പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയത് അതിനോട് കോംപ്രമൈസ് ചെയ്യുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ അറിയാതെ പോകും. അങ്ങനെ അറിയാതെ പോകുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് ഉണ്ടായിരിക്കാം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത് ഒരു ആദ്യത്തെ സംഭവമല്ല, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇടപെടലല്ല ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുമുള്ളത് എന്നുള്ളതാണ് വ്യക്തമാകുന്നതും. അത്തരത്തിലുള്ള ഒരു അന്വേഷണം കൂടി വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. നമ്മൾ നിരവധിയായിട്ട് ഇപ്പോൾ പോലീസുകാരും
ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ ഇത്തരത്തിൽ ആളുകളെ, അവരുടെ പരാതിയുമായി എത്തുന്ന ആളുകളെ അല്ലെങ്കിൽ പരാതി നിലനിൽക്കുന്ന ആളുകളെ മറ്റൊരു തരത്തിൽ ചൂഷണം ചെയ്യുന്ന നീക്കങ്ങൾ ഈ അടുത്ത് തന്നെ അധികം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അറിയാം. എളമക്കര സ്റ്റേഷനിലെ ഗ്രേഡ് SI മുജീബ് റഹ്മാന്റെ കാര്യം അറിയാം. അത് ഈ അടുത്തിടെ നടന്ന സംഭവമാണ്. അത്തരത്തിലുള്ള, അതായത് അധികാരികൾ തന്നെ ഇത്തരത്തിൽ സാധാരണക്കാരായ പരാതിക്കാരുടെ നേരെ അവർക്കുണ്ടാകുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പരാതിയിൽ അവരെ സഹായിക്കുമ്പോഴോ അതല്ലെങ്കിൽ പരാതിപ്പെടുന്ന മറ്റേതെങ്കിലും കേസിന്റെ അടിസ്ഥാനത്തിലോ അവരെ ഏതെങ്കിലും കെണിയിൽപ്പെടുത്താൻ നോക്കി ഇത്തരത്തിൽ പണം തട്ടുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അവരുടെ താല്പര്യങ്ങൾക്ക് സൂചിപ്പിച്ചതുപോലെതാണ് ഈ മുജീബ് റഹ്മാൻ ഗ്രേഡ് SI, എളമക്കര സ്റ്റേഷനിലെ ഗ്രേഡ് SI ആയിരുന്ന മുജീബ് റഹ്മാൻ എങ്ങനെയാണ് ആളുകൾ ചൂഷണം ചെയ്തതെന്ന് നമ്മൾ വിശദമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ്. ലൈംഗിക ചൂഷണം, അതോടൊപ്പം ഭീഷണിപ്പെടുത്തി പണം തട്ടൽ. ഇവിടെയും അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, വനം വകുപ്പിലും എക്സൈസിലുമൊക്കെ ഇതേ രീതിയിലുള്ള നടപടികൾ, ആളുകളെ ഭീഷണിപ്പെടുത്തി, സാധാരണക്കാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന നടപടികൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. പലരും അത് ചില ഒരു തലം കടന്നു കഴിയുമ്പോഴാണ് പലരും പരാതിയുമായി വിജിലൻസിനെ സമീപിക്കാറുള്ളത്, അതല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാറുള്ളത്. ഇവിടെ ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകുമോ? വനംവകുപ്പ് അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ടോം, കാരണം ഇത് വിജിലൻസിനെ പരാതിക്കാർ അറിയിച്ച ശേഷം വിജിലൻസിന്റെ നടപടിക്രമങ്ങളുടെ അല്ലെങ്കിൽ വിജിലൻസ് ഒരുക്കിയ കെണിയാണ് ഇതെന്ന് വേണം പറയാൻ. അത് വിജിലൻസിന്റെ കയ്യിൽ തന്നെ, വിജിലൻസ് വിരിച്ച വലയിൽ തന്നെ നേരിട്ട് ചെന്ന് വീഴുകയും ചെയ്തു ഈ രണ്ട് ഉദ്യോഗസ്ഥരും. മറ്റു തെളിവുകളൊന്നും വിജിലൻസിന് വേണ്ട. വളരെ കൃത്യമായിട്ട് 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങാനുള്ള ഒരു സാഹചര്യം ഈ കുറുപ്പുംപടിയിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയത്. അവിടേക്ക് വരിക, ഞങ്ങൾ പണം കൈമാറാമെന്ന് പരാതിക്കാർ പറയുകയുണ്ടായി. അതേ തുടർന്നാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരും കുറുപ്പുംപടിയിലെ ഹോട്ടലിൽ എത്തുന്നത്. അവിടെ വെച്ചാണ് പണം കൈമാറുന്ന നീക്കമുണ്ടായത്. പണം കൈമാറുന്ന സാഹചര്യത്തിൽ തന്നെയാണ് വിജിലൻസ് തൊണ്ടിമുതലോടക്കമാണ് പിടികൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റു നടപടിക്രമങ്ങളെക്കാൾ, അതായത് തെളിവടക്കം പിടികൂടിയത് കൊണ്ട് തന്നെ മറ്റു എൻക്വയറി, ഒരു സീരിയസ് എൻക്വയറി എന്ന് പറയുമ്പോൾ തന്നെ അത് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വ്യക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതിനുള്ളത്. അത് വ്യക്തമായതോടുകൂടി തന്നെ വിജിലൻസ് അടുത്ത നടപടികളിലേക്ക് തന്നെ ആയിരിക്കും കടക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ഈ ഉദ്യോഗസ്ഥരെ കയ്യോടെ തന്നെ പിടികൂടിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിലാണെങ്കിലും അല്ലാതെ മറ്റേതെങ്കിലും സാഹചര്യത്തിലാണെങ്കിലും അവർക്ക് കുറ്റം നിഷേധിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. അങ്ങനെയുള്ളപ്പോൾ തന്നെ ഇതിൽ മറ്റു നടപടിക്രമങ്ങൾ, അതായത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടിക്രമങ്ങൾ, മറ്റ് എൻക്വയറികൾ, സർവീസ് തലത്തിലുള്ള നടപടികൾ തുടങ്ങിയ കാര്യങ്ങളിലേക്കായിരിക്കും ഇനി വിജിലൻസ് സജസ്റ്റ് ചെയ്യാതനുസരിച്ചിട്ട് വനം വകുപ്പും അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. ആജ്ഞ, സാധാരണഗതിയിൽ അത് പോലീസിലാണെങ്കിൽ പോലും ഈ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, വിജിലൻസിൻ്റെ പിടിയിലായി കഴിഞ്ഞാൽ ഒരു 6 മാസത്തെ സ്വാഭാവിക സസ്പെൻഷൻ, അത് കഴിഞ്ഞാൽ അവർ തിരികെ സർവീസിൽ വരും. പക്ഷേ ഇവിടെയും ഈ വനംവകുപ്പിലും അങ്ങനെ ഈ കൈക്കൂലിക്കാരെ സംരക്ഷിക്കുന്നൊരു സമീപനമുണ്ടോ? അതോ ഒരു കർശനമായ അവരെ പുറത്താക്കുന്ന നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? ടോം, ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിലുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി സസ്പെൻഷൻ തന്നെയാണ് ഇത്. സർവീസിന്റെ ആദ്യഘട്ടത്തിലുള്ള ഒരു നടപടിക്രമം ഇതിവർ മുൻപ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ തിരുത്തലിനുള്ളൊരു സമയം കൂടി കൊടുക്കും. അതല്ല, ഇത് ആവർത്തിക്കുകയാണ്, 3 തവണ ഒരേ കുറ്റം തന്നെ ആവർത്തിച്ചാൽ സർവീസിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ഒരു ചട്ടം കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവര് സർവീസിൽ നിന്നും പുറത്താകുന്ന നടപടിക്രമങ്ങളിലേക്ക് വനംവകുപ്പിന് കടക്കേണ്ടി വരും. അതേസമയം ഇത് വിജിലൻസിന് ഇത്തരത്തിലുള്ളൊരു കേസ് ആദ്യമാണോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. ശ്രീജിത്തും അതുപോലെ ജിമ്മി സ്കറിയയും, ഈ രണ്ടുപേരും ഇത്തരത്തിൽ നിരന്തരം കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, മുൻപ് ഇവർ ഇതിങ്ങനെ ഉദ്യോഗതലത്തിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും അവർ സർവീസിൽ തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. പക്ഷേ അടിയന്തരമായി സർവീസ് ഇത് വനംവകുപ്പ് കടക്കുന്ന നടപടിക്രമം എന്ന് പറയുന്നത് സസ്പെൻഷൻ ആയിരിക്കും. 6 മാസമോ അല്ലെങ്കിൽ 3 മാസത്തെ സസ്പെൻഷൻ ആയിരിക്കും.
അതല്ലെങ്കിൽ സ്ഥലമാറ്റമായിരിക്കാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു നടപടിക്രമങ്ങൾ അടിയന്തരമായി വനംവകുപ്പ് കൈക്കൊണ്ടേ കഴിയൂ. പ്രത്യേകിച്ചും വിജിലൻസ് എവിഡൻസോട് കൂടി ആണ് ഈ പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. അതേ തുടർന്ന് വിജിലൻസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ അടുത്ത തുടർന്ന നടപടികൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ സസ്പെൻഷൻ, അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യഘട്ടം. അതുതന്നെയായിരിക്കും വനംവകുപ്പും കൈക്കൊള്ളുക. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.